ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് ഇന്നൊരു കേരക്കറി പരീക്ഷിച്ചാലോ? കുടമ്പുളി ഇട്ട് വെച്ചിട്ട് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് 1 കിലോ കേരയാണ്. അതിനാവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവ എടുക്കുക. ഇത് നല്ല ചെറുതായിട്ട് അരിയണം. അതിനുശേഷം ഇതിന്റെ ആവശ്യമായ പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാലപ്പൊടിയാണ്. അത് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ച് വെക്കുക. ഒത്തിരി അധികം വെള്ളം ചാലിക്കണ്ട, ഒരു കുഴമ്പ് രൂപത്തിലാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് കുടമ്പുളി വെള്ളത്തിൽ ഇട്ട് വെക്കും. അത് കുറച്ച് കുതിരട്ടെ. ഇതിനകത്ത് കളർ മാറിയിരിക്കുന്നത് എൻ്റെ കയ്യിലെ മുളകിന്റെ പൊടി അതിനകത്ത് വീണത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത് കുതിർക്കാനായിട്ട് വെക്കുക. ഞാനിവിടെ അടുപ്പിലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. ചട്ടി എടുക്കുക. ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക. അതിനുശേഷം ഉലുവായും കടുകിട്ട് പൊട്ടിക്കുക. ഉലുവ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് മീൻകറിക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം നമ്മളുടെ ഉലുവായും കടുകും പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായ ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് കരിഞ്ഞു പോകരുത്, കറിവേപ്പില ഇടുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് വെക്കുന്നത് അതിനുശേഷം വെള്ളം ഒഴിച്ച് പച്ചമണം മാറിയിട്ടുണ്ട്. നമ്മൾ തീ ശ്രദ്ധിക്കണം. ഒത്തിരി കൈതായി പോയിട്ടുണ്ട്, കരിഞ്ഞിട്ടുള്ളത് ശരിയാവത്തില്ല. അങ്ങനെ പച്ചമണം മാറിയിട്ട് നമ്മൾ ഈ മുളകിൻ്റെ കുഴമ്പ് രൂപത്തിലാക്കി വെള്ളം ഒഴിച്ച് ഇത് തിളപ്പിക്കുകയാണ്. അതിൻ്റെയും പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മൾ കുടംപുളിയിൽ വെള്ളത്തിൽ ഉതിർത്ത് വെച്ചിരിക്കുന്നതും ഒഴിച്ച് നമ്മൾ തിളപ്പിക്കും. അങ്ങനെ നമ്മളുടെ അരപ്പ് റെഡിയായിട്ട് മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിനകത്തിട്ട് നമ്മൾ പുളിയുടെ വെള്ളവും മസാലയുടെ അരപ്പിൻ്റെ വെള്ളവും ഒഴിച്ച് നമ്മൾ തിളപ്പിക്കുക. തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിളച്ച് കഴിയുമ്പോൾ നമ്മളുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പരക്കിയിടുക. ഉപ്പ് കുറച്ച് ഇട്ടാൽ മതി, ഒത്തിരി ഉപ്പ് ഇടരുത്. അങ്ങനെ ഞാൻ ഓരോ കഷ്ണങ്ങളും എടുത്ത് ഇടുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫൈനൽ സ്റ്റേജ്. ഇതിന് ശേഷം നമ്മൾക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മുടെ സ്വാദിഷ്ടമായ മുളകിട്ട കുടംപുളി ഇട്ട് വെച്ചതുമായിട്ടുള്ള കേരക്കറി ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ അമ്മയൊക്കെ നിൽക്കുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു ദിവസം കഴിഞ്ഞ് കൂട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.